വെൽക്കം ബാക്ക് ടു ശരണ്യാസ് ക്രാഫ്റ്റ് കോർണർ. നമ്മുടെ വീട്ടിലുണ്ടാവും ആർക്കും വേണ്ടാതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരുപാട് ബോട്ടിൽസിൽ അതെല്ലാം ഇന്ന് റീയൂസ് ചെയ്യാൻ പോവുക. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗീ ബോട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഫ്ലവർ വൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നൈറ്റ് ലാമ്പൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതിന് നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് 2 ചെവികൾ ഉണ്ടാക്കണം. ആ ചെവി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരു പപ്പിയുടെ ലുക്കാണ് നമ്മൾ ഇതിന് വരുത്താൻ പോകുന്നതെന്ന്. ഇനി നമ്മുടെ ആ ബോട്ടിൽ ടിഷ്യൂസൊക്കെ ഒട്ടിച്ചെടുക്കണം. അതിനൊന്ന് ഫിനിഷ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വൈറ്റ് ടിഷ്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ഉണ്ടാക്കിയ ആ ചെവി കൂടി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഇത് ഒരു ഓവർ നൈറ്റ് കംപ്ലീറ്റ് നമുക്കിതിനെ ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ല രസമായിരിക്കും. ഇതിൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനെ ഫോൺ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അതെനിക്ക് ഈ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു പിങ്ക് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒഴിച്ചിട്ടുള്ളത്. പപ്പിയുടെ കണ്ണും മൂക്കൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് ക്ലേ വെച്ചിട്ടാണ് കേട്ടോ. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന ഇടയിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഈ ലോങ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇതിന്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാം. സാധാരണയായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ പപ്പിക്ക് കളർ എടുക്കാറ്. ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് യെല്ലോ കളറാണ് കേട്ടോ. അപ്പം നമ്മുടെ പപ്പി ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ പപ്പി ലൈറ്റ് എന്നൊക്കെ പറയാവുന്ന സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവർ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് കൊടുക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ജ്യൂസ് ബോട്ടിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ജ്യൂസ് ബോട്ടിൽ കുറേ ആയിട്ട് എൻ്റെ കയ്യിലിരിക്കേണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയതാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഒരു വിൻറ്റേജ് മോഡൽ ഹോം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ ഒരു ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രോസസ്സ് അത്ര അങ്ങ് കടുപ്പമൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി അതിനെ പെയിൻ്റ് എല്ലാം കൊടുത്തു. ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ ഇങ്ങനെ മരച്ചില്ലമാരിയൊക്കെ തോന്നുന്ന മാതിരി ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് അതിൻ്റെ റെഡിയായി. ഇനി നിങ്ങൾ 2, 3, 4 തവണ ഓരോ ക്രാഫ്റ്റിലും കണ്ടിരിക്കുന്ന നമ്മുടെ ഈ ന്യൂട്ടല്ല ബോട്ടിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു മഷ്റൂം ഹൗസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം ഹൗസ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു മഷ്റൂം ഹോം അല്ല. നമ്മളിതിലൊരു ക്യാൻഡിലൊക്കെ വെക്കാൻ പറ്റും. ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റുന്ന ക്യാൻഡിൽ വെക്കാൻ പറ്റില്ല. LED ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിന് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേ ഇതുപോലെ ചെയ്തു കേട്ടോ. ഇങ്ങനെ ഒരു കതക് പോലെ ടിഷ്യൂവിനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനിയുണ്ടല്ലോ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിനെ നമ്മൾ ഈ മഷ്റൂമിൻ്റെ ആ മുകളിലുള്ള ആ കുടമാതിരി ആക്കി എടുക്കണം കേട്ടോ. അതിന് ഞാൻ അലുമിനിയം ഫോയിൽ എടുത്ത്, നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് പേപ്പർ ചുരുട്ടിയിട്ടാക്കിയാലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന ഇടയിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അഥവാ മറന്നു പോയാലോ വെച്ചിട്ടാണ് ഞാൻ ഇടയിൽ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് 1 ഡേ കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും കളർ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇതിൻ്റെ ഭംഗി വേറെ ഒന്നും കിട്ടില്ല എന്ന് തോന്നിയോണ്ട് റെഡ് ആൻഡ് വൈറ്റ് തന്നെ കൊടുത്തു. അങ്ങനെ റെഡ് പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് വൈറ്റ് ഡോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു മഷ്റൂം എഫക്റ്റ് ഒക്കെ തോന്നണ്ടേ. എന്നിട്ട് ലാസ്റ്റ് ആ കഥകിന് എനിക്ക് അത്ര ആ കഥക് എടുത്ത് കാണിക്കാത്ത മാതിരി തോന്നി. അപ്പോൾ പിന്നെ അവിടെ കൂടി കുറച്ചിങ്ങനെ ഫ്ലവർ പോലെയൊക്കെ വരച്ചു കൊടുത്തു, ലീഫൊക്കെ വരച്ചു കൊടുത്തു. അത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഷ്റൂം ലാമ്പ് റെഡി ആയിട്ടുണ്ട്. മഷ്റൂം ലാമ്പല്ല, മഷ്റൂം ക്യാൻഡിൽ ഹോൾഡർ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 ബോട്ടിൽ ക്രാഫ്റ്റും സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ പ്ലാൻ പോട്ടാട്ടോ. എന്നിട്ട് അതിൽ LED വെച്ചില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഭാഗം. അപ്പോൾ പതിവ് പോലെ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.